ഹലോ, എല്ലാവർക്കും സ്കൂളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതാ നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാറായി. പുതിയ ക്ലാസ്സുകളിലേക്ക് സെവൻത്തിലത്തെ റിസൾട്ടും കാര്യങ്ങളെല്ലാം വന്ന് പുതിയ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലേ. പുതിയ ക്ലാസ് ചിലർ പുതിയ സ്കൂൾസിലെ ന്യൂ അഡ്മിഷൻ ആയിരിക്കും. അപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ പുതിയൊരു ഫേസിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മുടെ മുന്നിൽ ഇനി 10th CBSE ബോർഡ് എക്സാം എന്ന് പറയുന്ന വലിയൊരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. സോ ഈ 8th ക്ലാസ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം തന്നെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. കാരണം 10th പോകുമ്പോൾ അതിന്റെ ഒരു നല്ലൊരു ബേസ് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയ സാധനങ്ങളും പുതിയ ബാഗും പുതിയ യൂണിഫോം അങ്ങനെ എല്ലാം പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിനെ കാത്തിട്ട് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെ 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കാത്തിട്ട് ഇരിക്കുന്നുണ്ട്. സിലബസ് എല്ലാം തന്നെ NCERT ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാരണം പുതിയ ഒരു ക്ലാസ് ആണ്, പുതിയ സിലബസ് ആണ്. അപ്പൊ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൻസൈറ്റി അല്ലെങ്കിൽ ഒരുപാട് പേടിയൊക്കെ സ്റ്റുഡൻസിന് വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് ഹൈ ആണ്. കൂടുതൽ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് ഇപ്രാവശ്യം ഈ സിലബസ് NCERT തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് സിലബസ് മാറിയാലും നമുക്ക് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ക്ലാരിറ്റിയിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും നമുക്ക് കവർ ചെയ്ത് പോകണം. സോ നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന്. എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോഷ്യൽ സയൻസിലാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, അങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ വരികയാണ്. മൂന്ന് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേണിലൊക്കെ തന്നെ എന്ത് വരാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. ചേഞ്ചസ് നല്ല രീതിയിൽ വരും അല്ലേ. അപ്പോ ആ ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പഠന രീതികളും ഒരുപാട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്ത് സിലബസ് മാറിയാലും നമുക്ക് നല്ല മാർക്കുകൾ നമുക്ക് എന്ത് തന്നെയായാലും എക്സാംസിൽ കിട്ടണം. അത് നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കണം. അപ്പൊ എല്ലാ ചാപ്റ്ററും നമ്മൾ ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതെന്താ പുതിയൊരു യാത്രയാണ്. ആ യാത്രയെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടും നല്ലൊരു ധൈര്യത്തോട് കൂടിയിട്ടും നമ്മൾ എപ്പോഴും നോക്കി കാണണം. ഈ 8ാം ക്ലാസ്സിലത്തെ സിലബസ് മാറി എന്ന് വിചാരിച്ചിട്ട് ഒരാളും ഒരു കുട്ടികളും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. കാരണം സ്കൂളിൽ നിങ്ങളുടെ മുന്നിലേക്ക് സാരഥി എന്ന് പറയുന്ന 8ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് സാരഥി എന്ന് പറയുന്ന ഒരു ബാച്ച് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളെയും പോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് എക്സാംസ്, നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. സോ നമുക്ക് സിലബസ് മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആശങ്കകളും നമുക്ക് വേണ്ട. പുതിയ സ്കൂളാണ്, പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ പുതിയ ടെക്സ്റ്റിനെ നമുക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യാം, നേരിടാം. നമുക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് എന്ത് തന്നെയായാലും ഈ സ്കൂളിയുടെ സാരഥി ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യുക, എൻക്വയറി നടത്തുക. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ തന്നെയാണ് സാരഥിയുടെ ഉള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. നമുക്ക് പുതിയ സിലബസ് ആവുമ്പോൾ പുതിയ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാനായിട്ട് പോകാം. അപ്പോൾ സ്കൂളിയുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി സാരഥിയുടെ ലൈവ് ക്ലാസ്സിൽ കാണാം. താങ്ക്